ക്ലാസ്സിൽ നിങ്ങൾ 8ന്റെ പണിയാണോ കാത്തിരിക്കുന്നത്? 8ാം ക്ലാസ്സിൽ നിങ്ങളെ കാത്തിരിക്കാൻ വേണ്ടി പോകുന്നത് 48,000 രൂപയുടെ ഒരു സ്കോളർഷിപ്പ് എക്സാം ആണ്. UP എന്ന് പറഞ്ഞൊരു ചെറിയ വേൾഡ് ആണ് അല്ലെ. അതിൽ നിന്ന് നിങ്ങൾ ഹൈസ്കൂളിലോട്ട് വന്നിരിക്കുകയാണ്. ഇനി 8 കഴിഞ്ഞാൽ 9, ദെൻ നമ്മുടെ SSLC ഫുൾ A+ വേണം എന്നുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഹലോ ക്ലാസ് 8 ഫാമിലി. സോ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ എല്ലാവരും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. കാരണം UPയിൽ നിന്ന് ഹൈസ്കൂളിലോട്ട് എത്തിയിട്ടുള്ള മക്കൾ എല്ലാവരും ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രോബ്ലംസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഓൾസോ അതിൻ്റെ സൊല്യൂഷനും കൂടി ഇന്ന് നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ മിസ് ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കാം. 8ാം ക്ലാസ്സിൽ നിങ്ങൾ 8ന്റെ പണിയാണോ കാത്തിരിക്കുന്നത്? അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്നുള്ള കാര്യം വേഗം തന്നെ ഒരു വീഡിയോയ്ക്ക് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ആൻഡ് എന്തൊക്കെ പണികളാണെന്നുള്ള കാര്യം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ അതിലെ ഫസ്റ്റ് കാര്യമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള മാറ്റം. അപ്പോൾ 7ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ബേസിക് സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കാനുണ്ടായിരുന്നു. അതിൽ നിങ്ങൾക്ക് ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട്, അതായത് ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടായിരുന്നു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. പക്ഷേ 8ാം ക്ലാസ്സിലോട്ട് എത്തുന്ന സമയത്ത് നമ്മുടെ ബേസിക് സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് 3ആയിട്ട് അവർ വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. ബയോളജി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. ഇത് എൻ്റെ കുട്ടികൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ചേച്ചിമാരോ ചേട്ടന്മാരോ വായെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് ബയോളജി, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ഓക്കെ, അപ്പോൾ ആദ്യം വന്നിട്ടുള്ള മാറ്റമാണ് ടെക്സ്റ്റ് ബുക്കിലുള്ള മാറ്റം. ആൻഡ് ഇതിൽ വേറൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ എക്സാം പാറ്റേണിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 7ാം ക്ലാസ്സിൽ ഗ്രേഡിംഗ് സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ, അതായത് ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ 8ാം ക്ലാസ്സിലോട്ട് എത്തുന്ന സമയത്ത് അത് മാർക്കിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബേസിക് സയൻസ് എക്സാം നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യമാണെങ്കിൽ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ ഓരോ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആ ഒരു ടോപ്പിക് ബേസ്ഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ 8ാം ക്ലാസ്സിലോട്ട് എത്തുന്ന സമയത്ത് അത് മാർക്കിലോട്ട് മാറിയിട്ടുണ്ട്. ബേസിക് സയൻസിൽ നിങ്ങൾക്ക് ടോട്ടൽ 60 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. 2 മണിക്കൂറാണ് എക്സാം ഉണ്ടായിരിക്കുക. ആൻഡ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ 3 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെക്സ്റ്റ് ബുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഒരൊറ്റ ടെക്സ്റ്റ് ബുക്ക് ആയിട്ടാണ് പഠിക്കാനുണ്ടായിരിക്കുക. അതിൽ ബയോളജി ഉണ്ടായിരിക്കും, ഫിസിക്സ് ഉണ്ടായിരിക്കും, കെമിസ്ട്രി ഉണ്ടായിരിക്കും. സോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്സ് എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ടായിരിക്കും. അവിടെ നിങ്ങൾക്ക് 40 മിനിറ്റിൽ 20 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ ബയോളജിയും 20 മാർക്കിന് ഉണ്ടായിരിക്കും, ആൻഡ് കെമിസ്ട്രിയും 20 മാർക്കിന് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ടോട്ടൽ 60 മാർക്കിന് എൻ്റെ കുട്ടികൾക്ക് എക്സാമിന് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്, അതൊരൊറ്റ എക്സാമിൽ തന്നെ നമ്മൾ സെറ്റാക്കണം. ഓക്കെ, അപ്പോൾ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടായിരിക്കും. ബയോളജിയിൽ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നത്, ഫിസിക്സിൽ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം കെമിസ്ട്രി പഠിക്കുന്നത്. സോ ഒരൊറ്റ എക്സാമിൽ 3 സബ്ജക്റ്റാണ് എൻ്റെ കുട്ടികളെ ഇനി ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ദെൻ നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷന് വന്നിട്ടുള്ള മാറ്റം. അപ്പോൾ നമ്മുടെ ഹിന്ദി ആയാലും മലയാളം ആയിക്കഴിഞ്ഞാലും സോഷ്യൽ സയൻസ്, മാത്സ് ഒക്കെ നോക്കിയാൽ ടോട്ടൽ 40 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. ഇനി ഗ്രേഡിംഗ് സിസ്റ്റം എൻ്റെ കുട്ടികളെ തലയിൽ വെക്കേണ്ട കേട്ടോ, ഇനി നമ്മൾ മാർക്കിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ 40 മാർക്കിന് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ടോട്ടലായിട്ട് 1.5 മണിക്കൂറാണ് എക്സാം ഉണ്ടായിരിക്കുക. ഓക്കെ, 1.5 മണിക്കൂറിൽ 40 മാർക്കിനാണ് എക്സാംസ് ഉണ്ടായിരിക്കുക. ഇതിൽ നമ്മുടെ ബേസിക് സയൻസിന് മാത്രം 60 മാർക്ക്. അതെങ്ങനെയാണ് വന്നിട്ടുള്ളത്, നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു പറഞ്ഞല്ലോ. ബയോളജി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. അപ്പോൾ ഓരോന്നിന് 20 മാർക്ക്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര മാർക്കായി? 60 മാർക്കാണ് ബേസിക് സയൻസിൽ ഉണ്ടായിരിക്കുക. പിന്നെ 3 സബ്ജക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എക്സാം 60 മാർക്കിനായതുകൊണ്ട് തന്നെ 2 മണിക്കൂറായിരിക്കും നമ്മുടെ എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ്, നിങ്ങൾ 7ാം ക്ലാസ്സിൽ USS എന്ന് പറയുന്ന എക്സാം എഴുതിയിട്ടുണ്ടായിരിക്കും അല്ലേ. സോ USS കിട്ടിയിട്ടുള്ള കുറേ മക്കളുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് USS കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ബട്ട് 8ാം ക്ലാസ്സിൽ ഇപ്പോൾ USSൽ നമുക്ക് ചെറിയൊരു എമൗണ്ട് ആയിരുന്നു. പക്ഷേ 8ാം ക്ലാസ്സിൽ നിങ്ങളെ കാത്തിരിക്കാൻ വേണ്ടി പോകുന്നത് 48,000 രൂപയുടെ ഒരു സ്കോളർഷിപ്പ് എക്സാം ആണ്. അതാണ് നമ്മുടെ NMMS എക്സാം എന്ന് പറയുന്നത്, നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എക്സാം. ഓക്കെ, നിങ്ങൾ 8ാം ക്ലാസ്സിൽ നല്ല അടിപൊളിയായിട്ട് പഠിക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സ്കോളർഷിപ്പ് എമൗണ്ട് ഈസി ആയിട്ട് നേടാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. കാരണം USS എന്ന് പറയുന്ന സമയത്ത് അവിടെ 8ാം ക്ലാസ്സിലെ കുട്ടികൾ NMMSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്ന സ്കോളർഷിപ്പ് എക്സാം ആണ്. ഈ ഒരു 48,000 രൂപ നമ്മൾ എന്തായാലും സ്കോർ ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു പൈസ മേടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു സ്കോളർഷിപ്പ് എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കണം. കാരണം ചെറിയ എമൗണ്ട് അല്ല.
അല്ലെ, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു വലിയ എമൗണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പ് എക്സാം ആയിരിക്കും നമ്മുടെ 8ാം ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇനി വരുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എൻ്റെ കുട്ടികൾ മനസ്സിലാക്കുക. ആൻഡ് നമ്മുടെ സബ്ജക്റ്റിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, മാർക്കിംഗ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ മാർക്കിലും കാര്യങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട്. ആക്ടിവിറ്റി ബേസ്ഡ് എല്ലാ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചിലപ്പോൾ 2ാമത്തെ ചാപ്റ്ററിലാണെങ്കിൽ 2ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 5ാമത്തെ ചാപ്റ്ററിലായിരിക്കും. അപ്പോൾ എല്ലാ ചാപ്റ്ററും അറിഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ ആക്ടിവിറ്റി ബേസ്ഡ് ആണെങ്കിൽ എന്തായിരിക്കും, ആ ടോപ്പിക് റിലേറ്റഡ് ആയിരിക്കും, അതിൻ്റെ സബ് ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടായിരിക്കാം അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല വരുന്നത്. ഓരോ ചാപ്റ്ററും കൃത്യമായിട്ട് അറിയുന്നവർക്ക് മാത്രമാണ് ഈ പറഞ്ഞ മാർക്കിലോട്ട് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അതുകൂടാതെ തന്നെ നമ്മുടെ ടോപ്പിക്സ് കൂടിയിട്ടുണ്ട്. യു പി എന്ന് പറഞ്ഞൊരു ചെറിയ വേൾഡാണ് അല്ലേ. അതിൽ നിന്ന് നിങ്ങൾ ഹൈസ്കൂളിലോട്ട് വന്നിരിക്കുകയാണ്. ഇനി 8 കഴിഞ്ഞാൽ 9, ദെൻ നമ്മുടെ SSLC ഫുൾ A+ വേണം എന്നുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇനി വന്ന് തുടങ്ങിയിട്ടില്ലെങ്കിൽ അങ്ങോട്ട് വരുത്തണം. കാരണം 2 കൊല്ലം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ ഇനി 10ാം ക്ലാസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലോട്ട് എത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ 8ാം ക്ലാസ് എല്ലാത്തിൻ്റെയും ബേസാണ്. 8-ലുള്ളതിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് 9-ൽ പഠിക്കാനുണ്ട്, അതിലുള്ള കാര്യങ്ങൾ 10th-ലും പഠിക്കാനുണ്ട്. സോ നമ്മുടെ ബേസ് എന്തായാലും സ്ട്രോങ് ആക്കി വെക്കണം. അതുകൊണ്ട് 8ാം ക്ലാസ്സിൽ ഒരു ഉഴപ്പത്തരം വേണ്ട, നന്നായിട്ട് പഠിക്കാൻ തന്നെ സെറ്റ് ആവാം. നമ്മുടെ മൈൻഡിന് എന്ത് ചെയ്യണം, സെറ്റാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ടോപ്പിക്ക് കൂടിയിട്ടുണ്ട്, ചാപ്റ്റേഴ്സ് കൂടിയിട്ടുണ്ട്, എക്സാം പാറ്റേണിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, മാർക്കിൻ്റെ കാര്യത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ മാറ്റങ്ങളെല്ലാം നമ്മളെല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സും ഇപ്പം മുതൽ പഠിക്കാൻ എൻ്റെ കുട്ടികൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്കൊപ്പം അടിപൊളിയായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി നമ്മളിവിടെ റെഡിയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നോട്ട്സ് ആയിക്കോട്ടെ, ക്ലാസ് ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒപ്പം നമ്മളുണ്ടായിരിക്കും. അടിപൊളിയായിട്ട് എൻ്റെ കുട്ടികൾ പഠിക്കാൻ വേണ്ടി റെഡിയായാൽ മാത്രം മതി. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള 80% കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് തരും. ബാക്കി 20% നിങ്ങൾ തന്നെ എഫേർട്ട് എടുക്കണം. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യണം, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഈ ഒരു കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ എൻ്റെ കുട്ടികൾ റെഡി ആണെങ്കിൽ 8ാം ക്ലാസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ടെൻഷനും വേണ്ട. കുറേ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അതിനെല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, അടിപൊളി സൊല്യൂഷൻ ഉണ്ടായിരിക്കും. നിങ്ങളത് ട്രൈ ചെയ്യാൻ വേണ്ടി റെഡിയായാൽ മാത്രം മതി. ഓക്കെ, അല്ലാതെ ട്രൈ ചെയ്യാതെ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അതിലോട്ട് നമുക്ക് ഗോൾ അടിക്കാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ആഗ്രഹത്തിലോട്ട് എത്താൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ റെഡിയാണ്. നിങ്ങൾ റെഡിയാണെങ്കിൽ ആ കാര്യം കൂടി ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് 8ാം ക്ലാസ് ആദ്യം മുതൽ തന്നെ പഠിച്ച് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാം. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.